ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പലിശ വർധനയുടെ ഉഷ്ണക്കാലം പിന്നിട്ട് കുറഞ്ഞ പലിശ നിരക്കിൻ്റെ ശീതളിമയിലേക്ക് മെല്ലെ നീങ്ങുന്നുവെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധർ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനം RBI ലക്ഷ്യത്തിലേക്ക് പ്രയാണം ആരംഭിച്ച പണപ്പെരുപ്പ് നിരക്കുകൾ തന്നെ. ജനുവരിയിലെ റീറ്റെയിൽ പണപ്പെരുപ്പ് നിരക്ക് 4.26% നിന്ന് ഫെബ്രുവരി എത്തുമ്പോൾ അത് 3.61% എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 7 മാസത്തെ കുറഞ്ഞ നിരക്കിലേക്ക് ഉപഭോക്തൃ പണപ്പെരുപ്പം തിരികെ എത്തിയത് ഇന്ത്യൻ കാർഷിക ഉൽപ്പാദന വളർച്ചയുടെ ബലിഷ്ഠമായ പടവുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ്. ഭക്ഷ്യ ഉൽപ്പന്ന വിലയിൽ ഉണ്ടായ ഇടിവാണ് ഉപഭോക്തൃ വില സൂചികയിൽ കുറവിന് തുണയായത് എന്നത് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക രംഗത്തെ സങ്കീർണതകളും രാജ്യം നേരിട്ട വളർച്ച മാന്ദ്യവും പലിശ നിരക്ക് കുറയ്ക്കാൻ RBIക്ക് പ്രേരണയാവുന്നുണ്ട്. കഴിഞ്ഞ ധനനയ യോഗം 0.5% നിരക്ക് കുറയ്ക്കാൻ തയ്യാറായത് വ്യക്തമായ നയമാറ്റത്തിൻ്റെ സൂചനയായി കാണാം. പണപ്പെരുപ്പ കണക്കുകളിൽ മാത്രം നിലയുറപ്പിക്കാതെ വളർച്ചയ്ക്ക് ആവശ്യമായ പരിഗണന നൽകേണ്ടതുണ്ട് എന്ന നിലയിൽ പുതിയ RBI ഗവർണർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പണപ്പെരുപ്പം കുറഞ്ഞു വരുന്ന സാഹചര്യം RBIക്ക് കൂടുതൽ സഹായകമായി മാറുകയും ചെയ്യുന്നു. അമേരിക്കൻ ഫെഡറൽ റിസർവും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും പലിശ നിരക്ക് നടപ്പ് സാമ്പത്തിക വർഷം ആദ്യം 1% എങ്കിലും കുറയ്ക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. പല കേന്ദ്ര ബാങ്കുകളും 2 തവണയെങ്കിലും നിരക്ക് കുറയ്ക്കാൻ തയ്യാറാവുമെന്നതാണ് വിലയിരുത്തൽ. അമേരിക്കയിൽ ട്രംപ് ഭരണത്തിൽ വരുന്ന തീവ്ര നയ നടപടികൾ സമ്പദ്ഘടനയിൽ പ്രവചനാതീതമായ ഫലങ്ങളാണ് കൊണ്ടുവരുന്നത്. അത് വളർച്ചയെ ബാധിക്കാം. ഇറക്കുമതി കയറ്റുമതി രംഗത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങൾക്ക് കാരണമാകാം. ഇതൊക്കെ കേന്ദ്ര ബാങ്കുകൾക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഭക്ഷ്യ ഉൽപ്പന്ന വിലയിൽ ഇടിവ് ഉണ്ടാകുമ്പോൾ വിലക്കയറ്റത്തിൽ തുടർന്നും കുറവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ശുഭസൂചകമാണ്. വളർച്ചയ്ക്ക് ആവശ്യമായ നിലപാടുകൾ സർക്കാർ തലത്തിലും RBI തലത്തിലും സ്വീകരിക്കപ്പെടുന്നതും അനുകൂലമാണ്. സമീപഭാവിയിൽ രാജ്യത്തെ വികസിത സമ്പദ് വ്യവസ്ഥയായി മാറ്റുക എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. അതിന് GDP വളർച്ച 8.5% നിരക്കിൽ മാറേണ്ടതുണ്ട്. പലിശയുടെ അമിത ഭാരം പേറുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കും. അതുകൊണ്ട് തന്നെ പലിശ നിരക്ക് താഴ്ത്തുക എന്നത് നിലയ്ക്ക് RBI നയം മാറുകയാണ് വേണ്ടത്. ഏപ്രിൽ ആദ്യ വാരത്തിൽ നടക്കുന്ന RBI ധനനയ യോഗം നിരക്കുകൾ കുറയ്ക്കുന്ന നയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്.